ഹായ് ഹലോ. അപ്പോൾ ഇത്തിരി നമ്മളെ കയ്യിൽ സേമിയ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വൈകുന്നേരം ചായയുടെ കൂടെ ആണെങ്കിലും നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് വറുത്തെടുക്കാം. കളറൊന്ന് മാറ്റിയെടുത്താൽ മതി. ഒരുപാട് കരിയിച്ചെടുക്കണ്ട. കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഇത് നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപാട് വെച്ചിട്ട് അങ്ങ് കരിഞ്ഞ് പോകണ്ട. നമുക്കിത് എണ്ണയിൽ നിന്ന് ഇപ്പം തന്നെ അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മളിതാ 1 കപ്പ് സേമിയ ആട്ടോ ചേർത്തിട്ടുള്ളത്. നല്ല നൈസായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ സേമിയയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാട്ടോ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് വറുത്ത സേമിയ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കുന്ന ആ ഒരു ടൈം നമുക്ക് ലാഭമാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് നേരിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ടത് സെറ്റായിട്ട് കിട്ടിക്കോളേ. അപ്പോൾ വറുക്കാത്ത സേമിയ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം സമയം വെച്ചിട്ട് തന്നെയാട്ടോ ഇത് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മൾ പായസത്തിനൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു പാകത്തിനാട്ടോ റെഡി ആയിട്ടുള്ളൂ. ഒരുപാട് അങ്ങ് കരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഏലക്കായ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി വെക്കുന്നോറ് ഇതിൻ്റെ കളറങ്ങ് മാറി മാറി പെട്ടെന്ന് മാറി വരിക കേട്ടോ ചെയ്യാൻ. സേമിയ ആയതുകൊണ്ട് തന്നെ കളറ് പെട്ടെന്ന് മാറി കിട്ടും. ആദ്യം നമുക്കതിൻ്റെ കളറൊന്ന് മാറി കിട്ടാൻ ടൈം എടുക്കുന്നല്ലാണ്ട് കുറച്ച് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാനിപ്പം 2 ഏലക്കായ ചേർത്തിട്ടുണ്ട് ഒന്ന് പൊടിച്ചിട്ട്. അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളെ മധുരത്തിനനുസരിച്ചാട്ടോ ചേർക്കേണ്ടത്. ഒരു പിഞ്ചോളം ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മൾ പഞ്ചസാര ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽട്ടായിട്ട് തുടങ്ങുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിം ഇട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഈ ഒരു സേമിയം വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള പാൽ വെച്ചിട്ട് കൊടുക്കാം. ഇനി എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളവും ചേർക്കാം കേട്ടോ. പാലിന് പകരം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ശർക്കര വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. പഞ്ചസാര ഒഴിവാക്കിയിട്ട് ശർക്കര വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുള്ള നമ്മളെ സേമിയത്തിലേക്ക് 1 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. നമ്മൾ 1 കപ്പ് സേമിയ എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ 1 കപ്പോളം പാലും കൂടിയാട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ അങ്ങ് വെച്ചുകൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ ഈ ഒരു സമയത്ത് ചേർക്കുന്നത് പഴം ചേർക്കുന്നുണ്ട്, തേങ്ങയും ചേർക്കുന്നുണ്ട്. പഴം ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ചെറുതോ വലുതോ റോബസ്റ്റോ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ചെറിയ പഴാട്ടോ ചേർക്കുന്നത്. അതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 2 എടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള 2 എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെയാട്ടോ നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂണോളം തേങ്ങയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ ഉണ്ടാകാൻ. ഇനി ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് കൂട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. തിളച്ച് വന്നതിന് ശേഷം കേട്ടോ നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വറ്റിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മളെ സേമിയയ്ക്ക് നന്നായിട്ട് തിളച്ചിതാ കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതങ്ങ് കുറുകി വറ്റി കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് കുറുകി ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളെ സേമിയൊക്കെ നന്നായിട്ട് കുറുകിയതാ ഇതുപോലെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം അങ്ങ് വെക്കേണ്ടതില്ല. നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. കാരണം ഇത് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് കഴിഞ്ഞാൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തിനായി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ പഴമൊക്കെ ആവശ്യത്തിന് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഞാനിപ്പം കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസ് ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇത് അണ്ടിപ്പരിപ്പ് വെച്ചില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. കയ്യിലില്ലെങ്കിൽ ചേർക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മളെ സേമിയത്തിൻ്റെ ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മളിത് ചൂടോടെ തന്നെ സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സേമിയ ആയതുകൊണ്ട് തന്നെ ചൂടാറുന്നോറും അതങ്ങ് കുറച്ച് തിക്കായിട്ട് വരിക കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ഇങ്ങനെ ഇടാനും പറ്റില്ല, അത് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നല്ല ചൂടോടെ തന്നെ ഉണ്ടാക്കി ആ ഒരു സമയത്ത് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് അങ്ങ് വെള്ളം വറ്റിച്ചിട്ട് ഡ്രൈ ആക്കണ്ട കേട്ടോ. നമ്മളിത് ഓഫാക്കി വെച്ച് ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ട് വീണ്ടും ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ച് തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മളിതിൽ പാലൊക്കെ ചേർക്കുമ്പം അതിൻ്റെ അളവൊക്കെ കറക്റ്റ് ആണെന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 1 കപ്പ് സേമിയത്തിന് നമ്മളിപ്പം 1 കപ്പ് പാലേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സേമിയ ആകെ വെന്ത് ഉടഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കിട്ടൂല കേട്ടോ. നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിന് വേണം നമ്മൾ സേമിയ നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാനേ. അപ്പോൾ 1 കപ്പ് സേമിയ എടുത്ത് കഴിഞ്ഞാൽ 1 കപ്പ് പാൽ മാത്രം മതിയാവും. വെള്ളമാണെങ്കിലും പാലാണെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് 1 കപ്പ് മാത്രം മതിയാവും കേട്ടോ. ഇനി ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് ഇത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് സൈഡ് ഭാഗം ഒന്ന് കത്തിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സെമി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളില്ല, നമുക്ക് പെട്ടെന്ന് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പി കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.